കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ 266-ാമത്തെ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ജോർജ് ഹോർസെ ബെർഗോഗ്ലിയോ എന്നു പേരായ അർജൻറ്റീനക്കാരൻ. സഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ആരും സ്വീകരിച്ചിട്ടില്ലാത്തൊരു പേരാണ് അദ്ദേഹം സ്വീകരിച്ചത്, ഫ്രാൻസിസ് എന്ന പേര്. അത് ഫ്രാൻസിസ് സേവറിൻ്റെ ഓർമ്മയിലായിരിക്കും എന്ന് ചിലരെങ്കിലും അന്ന് കരുതിയിരുന്നു അത്രേ. അങ്ങനെയല്ല, ഫ്രാൻസിസ് അസീസിയുടെ ഓർമ്മയിലാണ് ദാരിദ്ര്യത്തെയും യാതനയെയും സഹജമായി സ്വീകരിച്ച ക്രിസ്തുവർഷം 12-ാം നൂറ്റാണ്ടിൽ ജനിച്ച് 13-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ മരിച്ച ഫ്രാൻസിസ് അസീസിയുടെ ഓർമ്മയിലാണ് താൻ ആ പേര് സ്വീകരിക്കുന്നത് എന്ന് അദ്ദേഹം ആ കാലത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. ഒരാൾ സ്വീകരിക്കുന്ന, കത്തോലിക്ക സഭയെ സംബന്ധിച്ച് ഒരാൾ സ്വീകരിക്കുന്ന നാമധേയം അയാളുടെ ചില ആശയങ്ങളെ, അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്ന ചില വീക്ഷണഗതികളെ കൂടി പ്രതിനിധീകരിക്കുന്നുണ്ട് എന്ന് പൊതുവെ പറയും. ഗ്രിഗറി എന്നും ലിയോ എന്നും ഒക്കെയുള്ള പേരുകൾ, ജോൺ എന്നും ഒക്കെയുള്ള പേരുകൾ വളരെ സാധാരണമായി വളരെ കൂടുതൽ സഭാചരിത്രത്തിലുണ്ട്. ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസിൻ്റെ പേര് പിന്നീട് ആരും തന്നെ സ്വീകരിച്ചിട്ടില്ല. അത് ആദ്യ മാർപ്പാപ്പയോടുള്ള പാറമേൽ പണിത പള്ളി പോലെ സഭയെ കെട്ടിപ്പടുത്ത ആദിപിതാവിനോടുള്ള ബഹുമാനം കൊണ്ടാണ് എന്നും വിശ്വസിക്കപ്പെടുന്നു. ഫ്രാൻസിസ് എന്ന പേര് ഈ സഹസ്രാബ്ദങ്ങളുടെ ചരിത്രത്തിൽ കത്തോലിക്ക സഭയിൽ ഒരാളും സ്വീകരിച്ചിട്ടില്ല. ഇനി മറ്റൊരാൾ സ്വീകരിച്ചാൽ മാത്രമാണ് ഇദ്ദേഹം ഫ്രാൻസിസ് ഒന്നാമനാകുക, അല്ലെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയായിട്ടാണ് അദ്ദേഹം തുടരുക. പല നിലയിൽ ഇങ്ങനെ ചില ഒന്നാം സ്ഥാനങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ജീവിച്ചിരിക്കുന്ന കാലത്ത്, താൻ മാർപ്പാപ്പയായി പ്രവർത്തിക്കുന്ന കാലത്ത് ആത്മകഥ പ്രസിദ്ധീകരിച്ച ഒരേ ഒരു മാർപ്പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരും വളരെ സവിശേഷമാണ്, പ്രത്യാശ, ഹോപ്പ് എന്നാണ് ആത്മകഥയുടെ പേര്. താൻ മരിച്ചതിന് ശേഷം പ്രസിദ്ധീകരിക്കേണ്ടതുള്ളൂ എന്ന രൂപത്തിലാണ് ഒരഭിമുഖകാരൻ വഴി 6 കൊല്ലക്കാലത്തെ പ്രവൃത്തിയിലൂടെ അത് തയ്യാറാക്കിയതെങ്കിലും 2 വർഷങ്ങൾക്ക് മുമ്പ് ആ ആത്മകഥ പുറത്തു വരികയുണ്ടായി. അസാധാരണമായ വിധത്തിലുള്ള 2-3 ഉദ്ധരണികൾ മാർപ്പാപ്പ തൻ്റെ ആത്മകഥയുടെ മുമ്പിൽ ചേർത്തിട്ടുണ്ട്. അതിലൊന്ന് കൊറിന്തിയർക്കുള്ള കത്തിലെ ഒരു വാക്യമാണ്. അതിങ്ങനെയാണ്: ഇഫ് ഐ സ്പീക്ക് ഇൻ ഹ്യൂമൻ ആൻഡ് ഏഞ്ചലിക് ടങ്സ് but does not have love, I am a resounding gong. ഞാൻ മനുഷ്യൻ്റെയും സുവിശേഷ വേലക്കാരുടെയും ശബ്ദത്തിൽ സംസാരിക്കുകയും സ്നേഹശൂന്യമായി ജീവിക്കുകയും ചെയ്യുന്നെങ്കിൽ ഞാൻ വ്യർത്ഥമായി ശബ്ദമുണ്ടാക്കുന്ന ഒരു മണി മാത്രമാണ്. റിസൗണ്ടിങ് ഗോങ്, ഒച്ചയുണ്ടാക്കുന്ന ഒരു മണി മാത്രമാണ്. ഓരോ ക്ലാഷിംഗ് സിമ്പൽ, അല്ലെങ്കിൽ തമ്മിൽ കൂട്ടിയടിക്കുന്ന പിച്ചളപാത്രങ്ങൾ പോലെയാണ് എന്ന് അദ്ദേഹം അതിൽ എഴുതി ചേർക്കുന്നുണ്ട്. ഷൗക്കത്തിലൂടെ പറഞ്ഞു നിർത്തിയ ആശയം അതായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്രപരമായ അടിസ്ഥാനത്തെക്കുറിച്ച് ഇന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നൊരു കാര്യം, വിശ്വാസം എന്താണ് എന്ന് വിശദീകരിക്കുന്ന പ്രമാണപാഠ പാരമ്പര്യം, ഓർത്തഡോക്സി, അതായിരുന്നില്ല ഫ്രാൻസിസ് മാർപ്പാപ്പ. മറിച്ച് വിശ്വാസം ജീവിതമാക്കുന്ന ഓർത്തോപ്രോക്സി ആയിരുന്നു മാർപ്പാപ്പ. ഇത് സഭയുടെ ചരിത്രത്തിലെന്നല്ല, എന്തിൻ്റെ ചരിത്രത്തിലും വളരെ കുറഞ്ഞ സാധ്യതയുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്കൊരാശയം പറയാൻ പറ്റും, ആശയം ജീവിക്കാൻ പ്രയാസമാണ്. 266-ാമത്തെ മാർപ്പാപ്പ തിരഞ്ഞെടുപ്പിന് വേണ്ടി ഇദ്ദേഹം
അർജൻറ്റീനയിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് മടക്ക ടിക്കറ്റുമായിട്ടാണ് വന്നത്. 2-3 ലോഹകളും 1-2 ആഴ്ച താമസിക്കാനുള്ള വസ്ത്രങ്ങളും തൻ്റെ ചെരുപ്പും എല്ലാം ചേർന്ന ഒരു ബ്രീഫ് കേസുമായിട്ടാണ് മാർപ്പാപ്പ പോകുന്നത്. തിരികെ ചെന്ന് പെസഹ വ്യാഴാഴ്ച നടത്താനുള്ള പ്രസംഗത്തിൻ്റെ കുറിപ്പുകളൊക്കെ അദ്ദേഹം തയ്യാറാക്കിയിരുന്നു. അതെല്ലാം തയ്യാറാക്കി വച്ചിട്ടാണ് അദ്ദേഹം പോന്നത്. പിന്നീട് ഈ മരണ ദിവസം വരെ അദ്ദേഹം മടങ്ങിപ്പോയില്ല. 12 കൊല്ലക്കാലം അദ്ദേഹം അർജൻറ്റീനയിലേക്ക് പോയില്ല. തനിക്ക് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ ഇത്ര എളുപ്പമാണ് എന്ന് അദ്ദേഹം ആ വരവുകൊണ്ട് ഒരുപക്ഷെ ലോകത്തോട് പറയുകയും ചെയ്തു. ഒരു ചെറിയ ബ്രീഫ് കേസുമായി. അതൊരു പ്രത്യേക ജീവിത രീതിയാണ്. അദ്ദേഹത്തിന് പേപ്പൽ പാലസ് ഉണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ പേപ്പൽ പാലസിലേക്ക് കൊണ്ടുപോകാനായി വത്തിക്കാനിലെ അത്യന്തം ആഡംബരം നിറഞ്ഞ കാറ് വന്ന സമയത്ത് വോട്ടെടുപ്പിൽ പങ്കെടുക്കാനായി കർദിനാൾമാരെല്ലാം വരുന്ന അതേ ബസ്സിൽ കയറി താൻ താമസിച്ചിരുന്ന വാടക മുറിയിലേക്ക് തന്നെയാണ് അദ്ദേഹം മടങ്ങിപ്പോകുന്നത്. പോപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷവും 2013. അങ്ങനെ വ്യക്തിജീവിതത്തിൽ താൻ പാലിച്ച വലിയ ചില നിഷ്ഠകളെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദുഃഖവെള്ളിയാഴ്ചയിലും ദുഃഖവ്യാഴത്തിലുമൊക്കെ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, കാൽകഴുകൽ എന്ന ചടങ്ങിനെ ഔപചാരികമായ ചടങ്ങിനപ്പുറം ജയിൽപ്പുള്ളികളുടെ കാൽകഴുകലാക്കി മാറ്റി, സ്ത്രീകളുടെ കാൽകഴുകലാക്കി മാറ്റി. വത്തിക്കാനിൽ അതിൻ്റെ ഭരണനിർവഹണത്തിൽ സ്ത്രീകൾക്ക് പങ്കാളിത്തം ഉറപ്പാക്കി. ഏറ്റവും അശരണരായ മനുഷ്യരെ സവിശേഷമായി ശ്രദ്ധിച്ചു. കുട്ടികളെ ദൈവത്തിൻ്റെ തൊട്ടടുത്ത പ്രതിനിധികളായി എപ്പോഴും പരിഗണിച്ചു. അങ്ങനെ വ്യക്തിജീവിതത്തിൽ അസാധാരണമായ മൂല്യങ്ങളോടെയാണ് അദ്ദേഹം ജീവിച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തിലേക്ക് വെറുതെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ആ നിലയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സഭാജീവിത ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന് സുവിശേഷവൽക്കരണം എന്നത് പ്രമാണങ്ങളെക്കുറിച്ചോ സഭയുടെ ചട്ടങ്ങളെയും പ്രമാണങ്ങളെയും കുറിച്ച് ലോകത്തെ പഠിപ്പിക്കലല്ല, മറിച്ച് ദൈവത്തിൻ്റെ കാരുണ്യത്തെയും അനുകമ്പയെയും ലോകത്തെ അനുഭവിപ്പിക്കലാണ് എന്ന് വരുത്തിയതാണ്. ഇത് രണ്ട് കാര്യങ്ങളാണ്. എല്ലാ സ്ഥാപനങ്ങൾക്കും പ്രമാണങ്ങളും ചട്ടങ്ങളും ഉണ്ടാവും. ആ പ്രമാണങ്ങളും ചട്ടങ്ങളുമാണ് സ്ഥാപനം എന്ന് ധരിക്കുന്ന ധാരാളം ആളുകളും ഉണ്ടാവും. സഭയുടെ പ്രമാണങ്ങളും ചട്ടങ്ങളുമല്ല, മറിച്ച് ദൈവത്തിൻ്റെ അനന്തമായ കരുണയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും മനുഷ്യരെ അനുഭവിപ്പിക്കലാണ് സുവിശേഷവൽക്കരണം എന്നതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ അടിസ്ഥാന ദൗത്യമായിട്ട് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ഓർത്തഡോക്സി അല്ല. ഓർത്തഡോക്സി എന്നിവിടെ തെറ്റായൊരു നിഷേധാത്മകമായ അർത്ഥത്തിലല്ല പറയുന്നത്. ഈ പ്രമാണപാഠ പാരമ്പര്യങ്ങൾ പറഞ്ഞുറപ്പിച്ച് അതിലാളുകളെ ചേർത്ത് നിർത്തുക എന്ന ഒരു രീതിയല്ല, മറിച്ച് ആ മൂല്യങ്ങൾ ജീവിച്ച് കാണിക്കുക, ആ മൂല്യങ്ങളിൽ ജീവിക്കുക, അതനുഭവവേദ്യമാക്കുക. അതുകൊണ്ട് വൈദികരും മെത്രാന്മാരുമൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട വിശേഷജനമല്ല, മറിച്ച് ദൈവജനത്തിൻ്റെ സേവകരാണ് എന്ന ഒരു കാഴ്ചപ്പാട് അദ്ദേഹം കൊണ്ടു നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തിയോളജി, ദൈവശാസ്ത്രം പ്രത്യേകമായി പ്രതിപാദിക്കപ്പെടുന്ന ഒരു പേരിപ്പോൾ വികസിച്ച് വന്നിട്ടുണ്ട്. തിയോളജി ഓഫ് ലവ് എന്നാണ്, സ്നേഹത്തിൻ്റെ ദൈവശാസ്ത്രം എന്നാണ്. ഒരർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ദൈവശാസ്ത്രത്തിൻ്റെ ആകത്തുക അതാണ്. എങ്കിലും ഏതു മതത്തെയും പോലെ, ഏത് പ്രമാണ പാരമ്പര്യത്തെയും പോലെ സാങ്കേതികവും സങ്കീർണവുമായ സൂക്ഷ്മ വിചാരങ്ങൾ വികസിച്ച് വന്ന് അതിനുള്ളിലെ ഹൃദയ ചൈതന്യത്തെ റദ്ദാക്കി കളയുന്നത് സഭയിലും നമുക്ക് കാണാൻ പറ്റും. അതിനെതിരെ കൂടിയാണ് ഒരർത്ഥത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ
ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ 3-4 കൊല്ലം മുമ്പ് അദ്ദേഹവുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ താങ്കളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് നിരന്തരം വിമർശിക്കപ്പെടുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് മാർപ്പാപ്പ പറയുന്ന കൗതുകമുള്ളൊരു നിരീക്ഷണം, സാമൂഹ്യശാസ്ത്രപരമായ ഒരു അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഞാൻ പറയുന്നതിൽ കമ്മ്യൂണിസവും ഉണ്ടാകും. തുടർന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്, വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ചില അടിസ്ഥാന ക്രൈസ്തവ മൂല്യങ്ങളെ അടിച്ചു മാറ്റുകയാണ് ചെയ്തത് എന്നാണ്. കമ്മ്യൂണിസത്തിൽ നിന്ന് മാർപ്പാപ്പ പഠിക്കുന്നതിനേക്കാൾ ആദിമ ക്രൈസ്തവ മതത്തിൽ നിന്ന് കമ്മ്യൂണിസം പഠിച്ചു. മാർപ്പാപ്പ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നോ പറഞ്ഞോന്നോ എനിക്കറിയില്ല. ഇക്കാര്യം എംഗൽസ് പറയുന്നുണ്ട്. എംഗൽസ് കമ്മ്യൂണിസത്തെക്കുറിച്ചുള്ള തൻ്റെ ചർച്ചയിൽ ആദിമ ക്രൈസ്തവ കൂട്ടായ്മയും കമ്മ്യൂണിസവുമായുള്ള ബന്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പക്ഷെ അവിടെ മാർപ്പാപ്പ എടുക്കുന്ന സവിശേഷമായൊരു നില എന്തെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് അല്ല, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റും അല്ല. നിശ്ചയമായും അദ്ദേഹം ദൈവശാസ്ത്രജ്ഞനായ, അതിൻ്റെ മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് സമൂഹത്തിലേക്ക് നോക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷെ അങ്ങനെ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്രത്തിന് മൗലികമായ ചില ആധാരങ്ങൾ പ്രത്യേകമായി വികസിച്ചു വരുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഒരുപക്ഷെ അത്തരം ചില കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന 1-2 സൂചനകൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ ആമുഖങ്ങളായി അദ്ദേഹം നൽകുന്നുണ്ട്. അതിലൊന്ന് ജർമ്മൻ കവിയായ റിൽക്കെയിൽ നിന്ന് അദ്ദേഹം ഒരു വരി ആ ആത്മകഥയുടെ ആമുഖത്തിൽ ഉദ്ധരിച്ച് ചേർക്കുന്നുണ്ട്. റിൽക്കെയുടെ വരി ഇതാണ്: "ദ ഫ്യൂച്ചർ എൻഡേഴ്സ് ടു അസ് സോ ആസ് ടു ട്രാൻസ്ഫോം ഇറ്റ്സെൽഫ് ഇൻ അസ് ലോങ് ബിഫോർ ഇറ്റ് ഹാപ്പൻസ്." ഭാവി നമ്മിൽ പ്രവേശിക്കുന്നു, സോ ആസ് ടു ട്രാൻസ്ഫോം ഇറ്റ്സെൽഫ്, സ്വയം പരിണമിക്കാൻ വേണ്ടി, നടപ്പിൽ വരുന്നതിന് മുൻപേ സ്വയം പരിണമിക്കാൻ കൂടി വേണ്ടി ഭാവി നമ്മിൽ കടന്നു വരുന്നു, നമ്മിൽ പ്രവേശിക്കുന്നു. അതുകൊണ്ട് നാം ജീവിക്കുന്നത് ഭാവിയുടെ സാധ്യതയെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടും ഭാവിയുടെ രൂപാന്തരത്തെ സ്വയം ഉൾക്കൊണ്ടുകൊണ്ടുമാണ് എന്ന് ആ വരി സൂചിപ്പിക്കുന്നുണ്ട്. അതൊരു പ്രധാന സന്ദേശമാണ്. നാം വർത്തമാനത്തിൽ ജീവിക്കുന്നെങ്കിലും വർത്തമാനത്തിൻ്റെ അനുഭവങ്ങളിൽ പെട്ടുകിടക്കുന്നെങ്കിലും ഭാവിയുടെ സാധ്യതയെ ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യാശയുടെ തലം, ഈ ഹോപ്പ് എന്ന് പറയുന്നതാണ്. ആ പ്രത്യാശയുടെ തലത്തെ വാസ്തവത്തിൽ മനുഷ്യർ നിലനിർത്തുന്നുണ്ട് എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ വളരെ ചെറിയൊരു ഇൻട്രൊഡക്ഷനുണ്ട്. ആ ഇൻട്രൊഡക്ഷൻ അവസാനിക്കുന്ന അസാധാരണമായ വിധത്തിൽ ഭംഗിയുള്ള വാക്യങ്ങളിലാണ്: "All is born to blossom in an eternal springtime." അനശ്വരമായ ഒരു വസന്തകാലത്തിൽ വിടർന്നുല്ലസിക്കാൻ വേണ്ടിയാണ് എല്ലാം പിറക്കുന്നത്. "All is born to blossom in an eternal springtime. In the end we will say only, I don't recall anything in which you are not there." അവസാനം നാം ഇതുമാത്രം ഓർക്കും: I don't recall anything in which you are not there. നീയില്ലാത്ത ഒന്നിനെയും ഞാൻ ഓർമ്മിക്കുന്നുണ്ടാവില്ല. നേരത്തെ ഇവിടെ അശോകൻ പാവങ്ങളെക്കുറിച്ച് പറയുണ്ടായി. പാവങ്ങളിലെ മെത്രാൻ മരിക്കുന്ന സന്ദർഭത്തിൽ, മെത്രാനല്ല, ജീൻ വാൽജീൻ മരണമടയുന്ന സന്ദർഭത്തിൽ, ആ നോവൽ അവസാനിക്കുന്ന സന്ദർഭമാണ്. താൻ എടുത്തു വളർത്തിയ കൊസത്ത് എന്ന പെൺകുട്ടിയെയും അവളുടെ കാമുകനും പിന്നെ ഭർത്താവുമൊക്കെ ആയിത്തീർന്ന മരിയൂസ് എന്ന വിപ്ലവകാരിയെയും അനുഗ്രഹിച്ചുകൊണ്ട് ഒരു ദീർഘമായ സംഭാഷണത്തിലാണ് ആ നോവൽ അവസാനിക്കുന്നത്. പിന്നെ ഏതാനും ചില വാക്യങ്ങളും മാത്രമേ ഉള്ളൂ. ആ അനുഗ്രഹ ഭാഷണം അവസാനിക്കുന്നത് പ്രത്യേകമായൊരാശയത്തിലാണ്. അത് ഏതാണ്ട് ഈ വാക്യത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്യമാണ്. ജീൻ വാൽജീൻ പറയുന്നത്, "ലവ് ഈച്ച് അതർ ഓൾവേസ്
എല്ലായ്പ്പോഴും അന്യോന്യം സ്നേഹിക്കണം. ദ ഓൺലി തിങ് ദാറ്റ് മാറ്റേഴ്സ് ഇൻ ദിസ് വേൾഡ് ഈസ് ലവ്. ഈ ലോകത്ത് പരിഗണനാർഹമായ ഒരേ ഒരു കാര്യം സ്നേഹമാണ്. പരിഗണനാർഹമായ ഒരേ ഒരു കാര്യം, ദ ഓൺലി തിങ് ദാറ്റ് മാറ്റേഴ്സ് ഇൻ ദിസ് വേൾഡ് ഈസ് ലവ്. ഞാനിവിടെ ഈ സ്നേഹം എന്ന ആശയത്തെ, തിയോളജി ഓഫ് ലവ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സ്നേഹമാണ് ലോകത്ത് നിലനിൽക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്ന സമയത്ത്, ഈ സ്നേഹമെന്നത് വളരെ ആഴമുള്ള ഒരു രാഷ്ട്രീയ മൂല്യമാണ്, സാമൂഹിക മൂല്യമാണ് എന്ന കാര്യം നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്നേഹത്തെക്കുറിച്ച് ഞാൻ വായിക്കാനിടയായ ഏറ്റവും മനോഹരമായൊരു വിശദീകരണം, ആ വിശദീകരണത്തിൽ പറയുന്നൊരു കാര്യം, ലവ് ഈസ് ദാറ്റ് തിങ് ഇൻ വിച്ച് ദ ഹാപ്പിനെസ് ഓഫ് വൺസ് ഓൺ, ഹാപ്പിനെസ് ഓഫ് അനദർ പേഴ്സൺ ഈസ് എസെൻഷ്യൽ ഫോർ യുവർ ഓൺ. ലവ് ഈസ് ദാറ്റ് തിങ് ഇൻ വിച്ച് ദ ഹാപ്പിനെസ് ഓഫ് അനദർ പേഴ്സൺ ഈസ് എസെൻഷ്യൽ ഫോർ യുവർ ഓൺ. നിങ്ങളുടെ ആനന്ദത്തിന് മറ്റൊരാളുടെ ആനന്ദം അനിവാര്യമായിത്തീരുന്ന ഒരു സ്ഥിതിവിശേഷത്തിൻ്റെ പേരാണ് സ്നേഹം എന്നത്. അതുകൊണ്ട് സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളിൽ മാത്രമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. എന്തുകൊണ്ടാണ് ഈ മനുഷ്യരൊക്കെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? നാരായണഗുരു സ്നേഹത്തെക്കുറിച്ച് പറയുന്നു, മാർപ്പാപ്പ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. ലോകത്തിൻ്റെ എത്രയോ കോണുകളിൽ വിപ്ലവകാരികളായ മനുഷ്യർ, പലതരത്തിൽ വിപ്ലവകാരികളായ മനുഷ്യർ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. എന്തുകൊണ്ട് അവരങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, സ്നേഹത്തിൽ ഉള്ളടങ്ങിയിട്ടുള്ള ഒരുപക്ഷെ മറ്റേതെങ്കിലും ഒരു അനുഭവത്തിൽ ആഴത്തിലില്ലാത്ത ഒരു സാമൂഹികതയുടെ തലം, അപരോന്മുഖത, തന്നിൽ നിന്ന് താനല്ലാത്തതിലേക്കുള്ള നിരന്തരമായ തൻ്റെ തന്നെ ഒരു ആത്മപ്രവാഹം, അത് സ്നേഹം എന്ന അനുഭവത്തിലുണ്ട് എന്നതുകൊണ്ടാണ്. അങ്ങനെ സ്നേഹം ഒരു രാഷ്ട്രീയ സമ്പർക്കമാണ്. ഇതവർ പറയണമെന്നുണ്ടാവില്ല, പക്ഷേ ആ രാഷ്ട്രീയമായ ഉള്ളടക്കമുണ്ട്. മലയാളത്തിൽ ഇത് ഏറ്റവും ഗംഭീരമായി ആവിഷ്കരിച്ച ഒരാൾ കുമാരനാശാനാണ്. കുമാരനാശാൻ ചണ്ടാലഭിക്ഷുകിയുടെ അവസാന ഭാഗമെത്തുമ്പോൾ ബുദ്ധൻ നൽകുന്ന ഉപദേശത്തിൻ്റെ കാതൽ, ജാതി വ്യവസ്ഥയ്ക്കെതിരെ ഇന്ത്യയിലെ സാമൂഹ്യ നവീകരണത്തിൻ്റെ വലിയ ആശയങ്ങൾ ബുദ്ധൻ സംഗ്രഹരൂപത്തിൽ ആ കവിതയിൽ അവതരിപ്പിക്കുന്നത് സ്നേഹം എന്നാണ്. സ്നേഹം താൻ ജീവിതം ശ്രീമൻ, സ്നേഹവ്യാഹതി തന്നെ മരണം എന്ന് പറഞ്ഞാണ് മൈത്രി എന്ന ആശയത്തിലേക്ക് ആശാൻ കടക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, തിയോളജി ഓഫ് ലവ് എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യക്ഷത്തിൽ നാം മനുഷ്യരോട് പുലർത്തുന്ന സ്നേഹവാത്സല്യങ്ങളാണെങ്കിലും ആ സ്നേഹവാത്സല്യങ്ങൾക്കുള്ളിൽ വിപുലമായ ഒരു സാമൂഹിക മാനം ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ സ്നേഹത്തെ നാം സവിശേഷമായി കാണേണ്ടതുണ്ട്. അത് സഭാചരിത്രത്തിലെ തന്നെ നിർണായകമായ ഒരു വഴിത്തിരിവിനെ കൂടി ഉൾക്കൊള്ളുന്നുമുണ്ട്. 1962-65 കാലത്ത് ലോകസഭയുടെ ചരിത്രത്തിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ എന്നറിയപ്പെട്ട സമ്മേളനം നടക്കുകയും സഭയും മനുഷ്യരും തമ്മിലും ദൈവവും മനുഷ്യരും തമ്മിലും മനുഷ്യർ തമ്മിലുമൊക്കെയുള്ള സാമൂഹികവും ദൈവശാസ്ത്രപരവും ഒക്കെയായ ബന്ധത്തെക്കുറിച്ച് വലിയ ആലോചനകൾക്ക് ശേഷം ചില നിരീക്ഷണങ്ങൾ പുറത്തു വരികയും ചെയ്തു. ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വീക്ഷണഗതിയുടെ ആധാരം അതാണെന്ന് പറയാം. അദ്ദേഹം നേരിട്ടൊരു ലിബറേഷൻ തിയോളജിക്കാരനായിരുന്നില്ല, വിമോചന ദൈവശാസ്ത്രജ്ഞനായിരുന്നില്ല. എങ്കിലും അദ്ദേഹം മാർപ്പാപ്പയായി സ്ഥാനമേറ്റതിന് ശേഷം അദ്ദേഹം ആദ്യം ക്ഷണിച്ചു വരുത്തി വത്തിക്കാനിൽ ക്ഷണിച്ചു വരുത്തി കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകുകയും വലിയ തോതിൽ ചർച്ചയിലേർപ്പെടുകയും ചെയ്ത ഒരാൾ ഗുസ്താവോ ഗെറ്റിയോറസാണ്. ഗുസ്താവോ ഗെറ്റിയോറസാണ് 1968 ടുവേഴ്സ് എ തിയോളജി ഓഫ് ലിബറേഷൻ എന്ന ഗ്രന്ഥം എഴുതുകയും ലാറ്റിൻ അമേരിക്കയിലെ ദൈവശാസ്ത്രപരമായൊരു പുനർഭാവനത്തിൻ്റെ ആദ്യത്തെ അടിസ്ഥാനങ്ങൾ ഒരുക്കുകയും ചെയ്തത് ഗുസ്താവോ ഗെറ്റിയോറസാണ്. ഗെറ്റിയോറസിനെയാണ് അദ്ദേഹം ആദ്യം ക്ഷണിക്കുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ 1962 മുതൽ 65 വരെ നടന്നു. അതിനുശേഷം വന്ന മാർപ്പാപ്പമാർ പ്രധാനമായിട്ടും രണ്ടുപേരാണ്, ജോൺ പോൾ രണ്ടാമനും പിന്നീട്
ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് മുമ്പ് പൊടുന്നനെ സ്ഥാനമൊഴിഞ്ഞ സഭാചരിത്രത്തിലെ അസാധാരണമായൊരു സംഭവമാണ് ജീവിച്ചിരിക്കെ ഒരു മാർപ്പാപ്പ സ്ഥാനമൊഴിയുക എന്നത്. 1415 ഏറ്റവും ഒടുവിൽ അങ്ങനെയൊന്നുണ്ടായത്. അതിനുശേഷം ഏതാണ്ട് 600 വർഷങ്ങൾക്കിപ്പുറം 2013 ബെനഡിക്റ്റ് 16 റാറ്റ്സിംഗർ എന്നു പേരായ ബെനഡിക്റ്റ് 16 സ്ഥാനമൊഴിയുകയാണ് ചെയ്തത്. ഈ ജോൺ പോൾ രണ്ടാമനും റാറ്റ്സിംഗറും രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ നിരീക്ഷണങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടൊന്നുമില്ലെങ്കിലും ആ നിരീക്ഷണങ്ങൾക്ക് സവിശേഷമായൊരു ഊന്നൽ നൽകാൻ അവർ എത്രത്തോളം തയ്യാറായി എന്നത് സംശയാസ്പദമാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ സവിശേഷമായ ഒരു പ്രാധാന്യം, അത് സഭയെ ദൈവജനങ്ങളുടെ ഒരു കൂട്ടായ്മയായി കാണാൻ തുടങ്ങുകയും, കൂട്ടായ്മ അത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദൈവശാസ്ത്ര നിലപാടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സിനഡാലിറ്റി എന്ന് വിളിക്കപ്പെടുന്ന സഭയെ ആകമാനം ഒരു കൂട്ടായ്മയായി കാണുകയും അന്തിമമായ രക്ഷാധികാരമുള്ള ഒരാളും താഴോട്ട് പടരുന്ന അധികാര ശൃംഖലകളും എന്നതിന് പകരം ആകമാനമുള്ള വികേന്ദ്രീകൃതമായ ഒരു വലിയ കൂട്ടായ്മയായിട്ട് സഭയെ കാണുക. അങ്ങനെ ദൈവജനങ്ങളുടെ കൂട്ടായ്മ എന്ന നിലയിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഉയർത്തിക്കൊണ്ടുവന്ന ആശയത്തെ വലിയ തോതിൽ പ്രാവർത്തികമാക്കുക കൂടി ചെയ്ത ഒരാളായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ സവിശേഷമായ ഒരു ഊന്നൽ, ആ ഊന്നൽ പിന്നീട് സഭാ ചർച്ചകളിലൊക്കെ ധാരാളമായിട്ട് വരികയും പലതരം വാദവിവാദങ്ങൾ അതേ ചൊല്ലി ഉണ്ടാകുകയും ഒക്കെ ചെയ്തതാണ്. അതറിയപ്പെടുന്നത് ഒരു പ്രത്യേക പ്രയോഗത്തിലാണ്, പ്രിഫറൻഷ്യൽ ഓപ്ഷൻ ഫോർ ദ പുവർ. ദരിദ്രരോടുള്ള സവിശേഷമായ പരിഗണന എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. പ്രിഫറൻഷ്യൽ ഓപ്ഷൻ ഫോർ ദ പുവർ. ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഈ ദരിദ്രരുണ്ട് എന്നൊരു കാഴ്ചപ്പാട്. ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യക്തിഗതമായ സ്നേഹം, വ്യക്തിഗതമായ വിശുദ്ധി, ലാളിത്യം തുടങ്ങിയ ആദരണീയമായ ഗുണങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ സഭയുടെ ചരിത്രത്തിനകത്ത് ദൈവശാസ്ത്രപരവും സാമൂഹ്യശാസ്ത്രപരവുമായ വലിയ പൊളിച്ചെഴുത്തുകൾ നടത്താൻ, അതിനെ ഘടനാപരമായി പൊളിച്ചു പണിയാൻ മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞോ, അദ്ദേഹത്തിന് ശേഷം അതെത്ര നിലനിൽക്കും എന്നതൊക്കെ മറ്റൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെ ഒരു നിർണായകമായ ഇടപെടൽ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എന്നതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിഫറൻഷ്യൽ ഓപ്ഷൻ ഫോർ ദ പുവർ. ദരിദ്രർക്കായുള്ള പ്രത്യേകമായ പരിഗണനയോടെയാണ് അദ്ദേഹം സ്വയം നിലകൊണ്ടത്. ഞാനീ പറഞ്ഞ ഇതിൻ്റെ ആമുഖത്തിൽ, ഈ കൃതിയുടെ അവസാന ഭാഗത്ത് മനോഹരമായ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള തൻ്റെ തിരിച്ചറിവിനെക്കുറിച്ചാണ്. ഇറ്റ് ഈസ് നോ ഗുഡ് എ പേഴ്സൺ സെയിങ് വിത്ത് ടോട്ടൽ സെർട്ടിനിറ്റി ദാറ്റ് ദേ ഹാവ് മെറ്റ് ഗോഡ്. താൻ ദൈവത്തെ കണ്ടു എന്ന് സമ്പൂർണമായ നിശ്ചയദാർഢ്യത്തോടെ പറയുന്ന ഒരാൾ, ഇറ്റ് ഈസ് നോ ഗുഡ് എ പേഴ്സൺ, ഒരു നല്ല ആളല്ല. ഇഫ് സമ്മൺ ഹാസ് ആൻസേഴ്സ് ടു ഓൾ ദ ക്വസ്റ്റ്യൻസ്, ദിസ് ഈസ് എ പ്രൂഫ് ദാറ്റ് ഗോഡ് ഈസ് നോട്ട് വിത്ത് ദം. എല്ലാ ചോദ്യങ്ങൾക്കും ഒരാളുടെ പക്കൽ ഉത്തരമുണ്ടെങ്കിൽ അത് ദൈവം അയാൾക്കൊപ്പമില്ല എന്നതിൻ്റെ തെളിവാണ്. ഇറ്റ് മീൻസ് ദാറ്റ് ദേ ആർ ഫോൾസ് പ്രോഫറ്റ്സ്. അവർ കപടപ്രവാചകരാണ് എന്നതിൻ്റെ തെളിവാണ്. someone who exploits religion, മതത്തെ ചൂഷണം ചെയ്യുന്നു എന്നതിൻ്റെ തെളിവാണ്. who uses for it themselves, തങ്ങൾക്ക് വേണ്ടി തന്നെ മതത്തെ ദുരുപയോഗം ചെയ്യുന്നതിനുള്ള തെളിവാണ്. the great guides of God's people always left space for doubt. ദൈവത്തിൻ്റെ നല്ല വിശുദ്ധരായ മഹിമയുള്ള വഴികാട്ടികൾ എപ്പോഴും സംശയത്തിന് ഇടം കൊടുത്തിരുന്നു. We need to be humble to leave space for the Lord, not for our false securities. അതുകൊണ്ട് നാം എപ്പോഴും ദൈവത്തിനിടം കൊടുക്കണം. ദൈവത്തിനിടം കൊടുക്കുക എന്നതിലൂടെ അദ്ദേഹം ഈ അവസാന വാക്യത്തിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം,
നാം സംശയങ്ങൾക്ക്, ചോദ്യങ്ങൾക്ക്, സന്നിഗ്ധതകൾക്ക് ഇടം കൊടുക്കണം എന്നുകൂടിയാണ്. സന്നിഗ്ധതകൾക്ക് ഇടം കൊടുക്കുക എന്നുള്ളത് വാസ്തവത്തിൽ വളരെ പ്രധാനമാണ്. ഞാൻ ഈ വാക്യം വായിച്ച സമയത്ത് മനസ്സിലോർത്തത് കലയെക്കുറിച്ച് വലിയ കലാനിരൂപകനായ ജോൺ ബർജർ എന്നു പേരായ ഒരാൾ പറയുന്നൊരു വാക്യമാണ്. നേരിട്ട് അദ്ദേഹം പാപ്പയുമായിട്ടൊരു ബന്ധമില്ല. പാപ്പ ഇങ്ങനെ എഴുതുന്നതിനൊക്കെ വളരെ മുമ്പേ എഴുതി മരിച്ചു പോയ ഒരാളാണ് അദ്ദേഹം. എങ്കിലും അദ്ദേഹം കല എപ്പോഴാണ് ആധികാരികമാകുന്നത് എന്നതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് എഴുതുന്നൊരു വാക്യം, ഓതൻറ്റിസിറ്റി ഓഫ് ദ ആർട്ട് അറൈസസ് ഫ്രം എ സിമ്പിൾ കമ്മിറ്റ്മെൻറ്റ്, എ കമ്മിറ്റ്മെൻറ്റ് ടു ദ ആംബിഗ്വിറ്റി ഓഫ് ദി എക്സ്പീരിയൻസ് എന്ന് പറയും. കലയുടെ ആധികാരികത പിറവിയെടുക്കുന്നത് വളരെ ലളിതമായ ഒരു വിശ്വസ്തതയിൽ നിന്നാണ്, ഒരു പ്രതിജ്ഞാബദ്ധതയിൽ നിന്നാണ്. അനുഭവത്തിൻ്റെ സന്നിഗ്ധതയോടുള്ള പ്രതിബദ്ധത, അനുഭവങ്ങളുടെ സുനിശ്ചിതത്വമല്ല, അനുഭവങ്ങളുടെ ദൃഢതയല്ല, അനുഭവങ്ങളുടെ കാർക്കശ്യമല്ല, അന്തിമമായ ഉത്തരങ്ങളല്ല, സംശയങ്ങളോടും സന്നിഗ്ധതകളോടും തുറന്നിരിക്കാനുള്ള നിങ്ങളുടെ ശേഷിയാണ് നിങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതെന്ന് മാർപ്പാപ്പ പറയുമ്പോൾ ആ സന്നിഗ്ധതയാണ് കലയെ ആധികാരികമാക്കുന്നത് എന്നാണ് 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും മഹിമയുറ്റ മാർക്സിസ്റ്റ് കലാചിന്തകനായ ജോൺ ബർജർ പറയുന്നത്. ഞാൻ പലപ്പോഴും കരുതുന്നത് ഏറ്റവും ഉന്നതമായ കലയും ഏറ്റവും ഉന്നതമായ ആത്മീയതയും ചെന്ന് തൊടുന്ന ഒരു അന്തിമ ബിന്ദു ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നീതി എന്ന് പറയുന്നൊരാശയമാണ്. എന്താണ് നീതിയുടെ കാതൽ? വളരെ ചെറിയ കാര്യമാണ്. ഏറ്റവും മഹത്തായ ആശയങ്ങൾ വളരെ ചെറിയ കാര്യങ്ങളായിരിക്കും. നീതിയുടെ കാതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയാനേ ഉള്ളൂ, കൺസേൺ ഫോർ ദ അതർ എന്നാണ്. മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതലാണ്, അവരെക്കുറിച്ചുള്ള തീരാത്ത ഉത്കണ്ഠകളാണ്. പ്രിയം അപരപ്രിയം അതൻ പ്രിയം എന്ന് ഗുരു പറയുന്ന ആശയമാണ്. ഇത് വലിയ കലയുടെ ഒരു ലക്ഷ്യമാണ്, വലിയ രാഷ്ട്രീയത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്, വലിയ ആധ്യാത്മികതയുടെയും ലക്ഷ്യമാണ്. അതുകൊണ്ട് കലയുടെ ഉന്നത ലോകവും അധ്യാത്മത്തിൻ്റെ ഉന്നത ലോകവും അതുപോലെ രാഷ്ട്രീയത്തിൻ്റെ ഉന്നത ലോകവും ഒരു ബിന്ദുവിൽ ചെന്ന് മുട്ടും എന്ന് കരുതാവുന്നത് നീതിയുടെ ഈ ബിന്ദുവിലാണ്. അവിടെയാകട്ടെ സംശയങ്ങൾ, സന്നിഗ്ധതകൾ, അവ്യക്തതകൾ എപ്പോഴും ബാക്കി നിൽക്കും എന്നും വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ സംശയങ്ങളെയും സന്നിഗ്ധതകളെയും നിലനിർത്തിക്കൊണ്ട് അതിനോട് തുറസ്സുള്ളവരായിരിക്കാൻ, അന്തിമമായി ശരിയാണ് എന്ന് സ്വയം നടിക്കാതിരിക്കാൻ, ഈ ആത്മകഥ അവസാനിക്കുന്നത് ഐ ആം ജസ്റ്റ് എ സ്റ്റെപ്പ് എന്നാണ്. അങ്ങനെ ഒരു വാക്കിലാണ് ഈ ആത്മകഥ അവസാനിക്കുന്നത്. അതും സവിശേഷമായൊരു കാര്യമാണ്. ദൈവത്തിലേക്കുള്ള വഴി അത് പല നിലയ്ക്ക് വിശദീകരിച്ചതിന് ശേഷം അതിൽ കൗതുകമുള്ളൊരു ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരൻ വന്ന് തന്നോട് പറഞ്ഞു, എൻ്റെ ബന്ധുക്കളും എൻ്റെ സുഹൃത്തുക്കളും ഒന്നും ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, അവരെ ഒരു നല്ല ക്രൈസ്തവരാക്കി അവരെ മാറ്റാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അവർക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, എന്താണ് അവരോട് പറയേണ്ടത്? മാർപ്പാപ്പ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യാതൊന്നും പറയേണ്ടതില്ല, നന്നായി ജീവിക്കുക. നേരത്തെ ഇവിടെ ഷൗക്കത്ത് പറഞ്ഞ കാര്യം അതാണ്. നിങ്ങൾ എന്താണ് നല്ല ക്രൈസ്തവത എന്ന് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. അദ്ദേഹം പറയുന്നുണ്ട്, ഏറ്റവും അവസാനം വരേണ്ടതാണ് വാക്ക്, ഹൃദയം, പ്രവൃത്തി, ജീവിതം. ഇതെല്ലാം കഴിഞ്ഞ് വാക്ക് വരുമ്പോൾ വാക്കിന് അർത്ഥം ഉണ്ടാവും. അതുകൊണ്ട് ഒന്നും പറയേണ്ടതില്ല എന്ന് താൻ ആ കുഞ്ഞിനോട് പറഞ്ഞ കാര്യം മാർപ്പാപ്പ പറയുന്നുണ്ട്. ഈ പുസ്തകം അവസാനിക്കുന്നത് അതിസാധാരണമായ, അത്യന്തം നിസ്വമായ ഒരു വാക്കിലാണ്, ഐ ആം ജസ്റ്റ് വൺ സ്റ്റെപ്പ്. ഞാൻ വെറും ഒരു ചുവടാണ്, ബാക്കി ചുവടുകൾ ഈ ദൈവജനത്തിൻ്റെ കൂട്ടായ്മ എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സഭയുടെ ചരിത്രത്തിലെ ഒരു വഴിയെ പുതുക്കിയതിൻ്റെ ഉള്ളടക്കം കൂടി വാസ്തവത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഓർക്കുമ്പോൾ നാം ഓർക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യക്തിഗതമായ നന്മയും വ്യക്തിഗതമായ ലാളിത്യവും ശുദ്ധിയും സമർപ്പണവും ഒക്കെ നിലനിർത്തുന്ന സമയത്ത് തന്നെ സഭാചരിത്രത്തിനകത്ത് നിർണായകമായ ചില വഴിത്തിരിവുകൾ ഇദ്ദേഹത്തിൻ്റെ തിയോളജി ഓഫ് ലവ് എന്ന ആശയം വഴി രൂപപ്പെടുന്നുണ്ട്. അത് ഞാൻ ക്രോഡീകരിച്ച് പറയാം. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ 3 സുപ്രധാനമായ ഇടപെടലുകളെക്കുറിച്ചൊന്ന് പറയണം എന്ന് കരുതുന്നു. അതിലൊന്ന് 2013 സ്ഥാനമേറ്റതിന് പിന്നാലെ അദ്ദേഹം പ്രസിദ്ധീകരിച്ച അപ്പസ്തോലിക ഉദ്ബോധനമാണ്. അത് വളരെ പ്രസിദ്ധമായിരുന്നു അന്ന്.
അപ്പസ്തോലിക ഉദ്ബോധനത്തിൽ അദ്ദേഹം അതിന് നൽകിയ പേരും വളരെ പ്രസിദ്ധമായിരുന്നു. ജോയ് ഓഫ് ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ ആനന്ദം എന്ന പേരിലാണ് ആ ഉദ്ബോധനം വന്നത്. അദ്ദേഹത്തിൻ്റെ 2013 ഡിസംബറിലോ മറ്റാണ് അത് പുറത്തു വരുന്നത്. വളരെ പ്രസിദ്ധമായി തീർന്നു. അതിൽ അദ്ദേഹം എഴുതുന്ന ചില വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. ആൻ അൺഫെറ്റഡ് പെർസ്യൂട്ട് ഓഫ് മണി റൂൾസ്. പണത്തിൻ്റെ ശൃംഖലകളില്ലാത്ത, ചങ്ങലകളില്ലാത്ത പരമാധികാരം നിലനിൽക്കുന്നു. ദ സർവീസ് ഓഫ് കോമൺ ഗുഡ് ലെഫ്റ്റ് ബിഹൈൻഡ്. പൊതുനന്മയ്ക്കായുള്ള സേവനങ്ങളൊക്കെ പിന്തള്ളപ്പെട്ടിരിക്കുന്നു. വൺസ് ക്യാപിറ്റൽ ബിക്കംസ് ആൻ ഐഡൽ, വൺസ് ഗ്രീഡ് ഫോർ മണി പ്രിസൈഡ്സ് ഓവർ ദ എൻറ്റയർ സോഷ്യോ എക്കണോമിക് സിസ്റ്റം, ഇറ്റ് റൂയിൻസ് ദ എൻറ്റയർ സൊസൈറ്റി. മൂലധനം വിഗ്രഹമാകുമ്പോൾ പണത്തിനായുള്ള ആർത്തി സർവാധികാരം നേടുന്നതോടെ സമ്പദ് വ്യവസ്ഥയിലെയും സാമൂഹ്യ ജീവിതത്തിലെയും സർവാധികാരം അതിന് കൈവരുന്നതോടെ അത് സമൂഹത്തിൻ്റെ തകർച്ചയായിത്തീരുന്നു. ആ ഗോസ്പൽ ഓഫ് ജോയ് വായിച്ചു നോക്കിയാൽ അതിൽ പ്രസിദ്ധമായൊരു വാക്യമുണ്ട് കേട്ടോ. അക്കാലത്ത് ധാരാളം ഉദ്ധരിക്കപ്പെട്ടതാണ്. അതിലെ 53-ാമത്തെ പാരഗ്രാഫിൽ പാപ്പ എഴുതിയത്, കയറിക്കിടക്കാനൊരു വീടില്ലാത്തതുകൊണ്ട് തെരുവോരത്ത് കിടന്ന് ഒരു വൃദ്ധൻ തണുത്ത് മരവിച്ച് മരിക്കുന്നത് വാർത്തയല്ലാതാവുകയും ഓഹരി കമ്പോളത്തിൽ 100 പോയിൻ്റ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് വാർത്തയാവുകയും ചെയ്യുന്നതിനേക്കാൾ കവിഞ്ഞ ഹിംസ ഏതാണ്? ഇത് ഹിംസയെക്കുറിച്ചുള്ളൊരു പുതിയ ചോദ്യമാണ്. എന്താണ് ഹിംസ? അദ്ദേഹം പറയുന്നുണ്ട്, ദൗ ഷാൾ നോട്ട് കിൽ, കൊല്ലരുത് എന്ന് നമ്മൾ ആരോട് പറയണം? അത് കൊല്ലുന്ന മനുഷ്യരോട് മാത്രമല്ല. അദ്ദേഹം പറയുന്നൊരു കാര്യം, ആ വാക്യം കൊല്ലുന്നവർക്കെന്ന പോലെ കൊല്ലുന്ന വ്യവസ്ഥയ്ക്കും ബാധക. സോ യു ഹാവ് ടു സേ ദൗ ഷാൾ നോട്ട് കിൽ ടു എ സിസ്റ്റം, ടു എ സോഷ്യൽ സ്ട്രക്ചർ. ഒരു വ്യവസ്ഥയോട്, ഒരു സാമൂഹ്യ ഘടനയോട് കൊല്ലരുത് എന്നുകൂടി പറയുന്നതിലാണ് ദൈവം എന്നത് ദൈവഭാവനയുടെ വളരെ ആഴമുള്ള ഒരു സാമൂഹിക വൽക്കരണമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുക എന്ന ഒരു സാമാന്യ തത്വം പറയലല്ല. ആ സ്നേഹത്തിന് വിഘാതമാകുന്നതിനോട് മുഖാമുഖം നിൽക്കലാണ്. ആ മുഖാമുഖം നിൽക്കാൻ മാർപ്പാപ്പ ഒരു കാലത്തും മടിച്ചിട്ടില്ലായിരുന്നു. അദ്ദേഹം 4 കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. നിയോ ലിബറലിസം വന്ന സമയത്ത് വലിയ തോതിൽ കൊണ്ടാടപ്പെട്ട ഒന്നായിരുന്നു ട്രിക്കിൾ ഡൗൺ തിയറി. അതായത് സമ്പത്ത് വലിയ തോതിൽ പെരുകുന്ന സമ്പത്ത് തൂവിത്തുളുമ്പി സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ പ്രതലത്തിലും കൂടുതലായി പണം എത്തിച്ചേരുന്നു. അതുകൊണ്ട് അതിസമ്പന്നരായ കുറേ ആളുകൾ ഉണ്ടാകുമെങ്കിൽ തന്നെയും ഉദാരീകരണം, നിയോ ലിബറലിസം ലോകത്തെ മൊത്തത്തിൽ വളർച്ചയിലേക്ക് നയിക്കുമെന്നാണ് 1990-ലും 2000-ലുമൊക്കെ പറയപ്പെട്ടിരുന്നത്. മാർപ്പാപ്പ അതേക്കുറിച്ച് പറഞ്ഞൊരു നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ, പാനപാത്രങ്ങൾ തൂവിത്തുളുമ്പി ലോകം മുഴുവൻ സമൃദ്ധിയിലേക്ക് എത്തുമെന്ന് ഒരു കാലത്ത് പറയപ്പെട്ടിരുന്നു. പക്ഷെ അത്ഭുതകരമായ വിധത്തിൽ പാനപാത്രം വലുതായിക്കൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അസാധാരണമായൊരു മെറ്റഫറാണ്. പാനപാത്രം വലുതായിക്കൊണ്ടേയിരിക്കുന്നു, അതുകൊണ്ട് നിറയുന്നില്ല. ഒരുപക്ഷെ നിയോ ലിബറലിസത്തിൻ്റെ സാമ്പത്തിക യുക്തിയോട് അതിനെതിരെ ഉയർന്ന ഏറ്റവും നിശിതമായ മെറ്റഫോറിക്കലായ ക്രിറ്റിസിസം ഈ വലുതായിക്കൊണ്ടേയിരിക്കുന്ന പാനപാത്രം എന്ന മാർപ്പാപ്പയുടെ ഞാനീ പറഞ്ഞ ജോയ് ഓഫ് ഗോസ്പലിലെ സുവിശേഷത്തിൻ്റെ ആനന്ദം എന്ന ചാക്രിക ലേഖനത്തിലെ പരാമർശമാണ്. രണ്ടാമത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, പണത്തെ പാവനവൽക്കരിക്കുകയാണ് പുതിയ ലോകം ചെയ്യുന്നത്. 3, നിയന്ത്രണമില്ലാത്ത മുതലാളിത്തം ലോകത്താകമാനം അശാന്തി പരത്തുകയാണ്. 4, അനിയന്ത്രിതമായ മുതലാളിത്തം മനുഷ്യരിൽ വളർത്തുന്ന ഉപഭോഗഭ്രാന്ത് ചെറുക്കപ്പെടേണ്ടതാണ്. ഒരുപക്ഷെ താൻ സഭയുടെ രക്ഷാധികാരിയായി സ്ഥാനമേറ്റതിന് ശേഷം അദ്ദേഹം സെൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രലിലെ മട്ടുപ്പാവിൽ പ്രത്യക്ഷപ്പെട്ട്
ആദ്യം മനുഷ്യരോട് പറയുന്ന വാക്യം ചിലരെങ്കിലും അടുത്തിടയ്ക്ക് ഓർത്തെഴുതുകയുണ്ടായി, എന്നെ അനുഗ്രഹിക്കണം എന്നാണ്. ലോക കത്തോലിക്ക സഭയുടെ 140-150 കോടി വരുന്ന മനുഷ്യരുടെ അധിപനാണെങ്കിലും അദ്ദേഹം അവിടെ കൂടിയ 10,000-20,000 വരുന്ന ആളുകളോട് പറഞ്ഞത് എന്നെ അനുഗ്രഹിക്കണം എന്നാണ്. അത് ഈ ദൈവജന കൂട്ടായ്മ എന്ന സങ്കല്പത്തിലെ ഒരു ഷിഫ്റ്റാണ്. ദൈവജനത്തിൻ്റെ സേവകനാണ്, ദൈവജനത്തിൻ്റെ അധികാരിയല്ല. അങ്ങനെ 140 കോടി അതിലധികം വരുന്ന കത്തോലിക്കരുടെ ആദ്യത്തെ പ്രതിനിധിയായി മാറിയതിന് ശേഷം ഒന്നാമതായി പുറപ്പെടുവിച്ച അപ്പോസ്തലിക ഉദ്ബോധനത്തിൽ അദ്ദേഹം ലോകം നേരിടുന്ന ഏറ്റവും നിർണായകമായ സാമൂഹ്യ പ്രശ്നത്തെക്കുറിച്ച് മറയില്ലാതെ സംസാരിച്ചു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. വലുതായിക്കൊണ്ടേയിരിക്കുന്ന പാനപാത്രം, പണത്തെ പാവനമാക്കുന്ന ജീവിതം, നിയന്ത്രണമില്ലാത്ത മുതലാളിത്ത വളർച്ചയുണ്ടാക്കുന്ന അശാന്തികൾ, അനിയന്ത്രിത മുതലാളിത്തം ഉണ്ടാക്കുന്ന ഉപഭോഗ ഭ്രാന്ത്, ഇതിനെതിരെ സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അപ്പസ്തോലിക ഉദ്ബോധനം നടത്തുന്നത്. പിന്നീടൊരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യവും പ്രധാനപ്പെട്ടതാണ്. ഗ്ലോബലൈസേഷനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ മർമ്മസ്പർശിയായ ഒരു നിരീക്ഷണം ഒരു പ്രത്യേക മെറ്റഫറായിട്ട് വരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഗ്ലോബലൈസേഷൻ ഓഫ് ഇൻഡിഫറൻസ്, അനുതാപമില്ലായ്മയുടെ ആഗോളീകരണം. ഇൻഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നിങ്ങൾ പൂർണ്ണമായി മറ്റൊന്നിനോട് താല്പര്യം പുലർത്തുന്നില്ല. ഉദാസീനതയുടെ, അനുതാപമില്ലായ്മയുടെ ആഗോളീകരണമാണ് നടക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ അനുതാപമില്ലായ്മയെക്കുറിച്ച് അദ്ദേഹം എഴുതിയൊരു വാക്യം ഞാൻ വായിക്കാം, അതും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതെല്ലാം ജീവിതത്തിൽ കൂടി ബാധകമായ കാര്യങ്ങളാണ് കേട്ടോ, അല്ലാതെ ദൈവശാസ്ത്ര തത്വമല്ല. അദ്ദേഹം പറയുന്നത്, ഇറ്റ് ഈസ് കോമൺലി സെഡ് ദാറ്റ് ദ ഓപ്പോസിറ്റ് ഓഫ് ലവ് ഈസ് ഹേറ്റ് ആൻഡ് ദിസ് ഈസ് ട്രൂ. നമ്മൾ സാധാരണയായി പറയാറുണ്ട് സ്നേഹത്തിൻ്റെ വിപരീതം വെറുപ്പാണ് എന്ന് പറയാറുണ്ട്. അത് ശരിയുമാണ്. ബട്ട് ഇൻ മെനി പീപ്പിൾ ദർ ഈസ് നോ കോൺഷ്യസ് ഹേറ്റ്. പക്ഷേ ഒട്ടനവധി മനുഷ്യരിൽ ബോധപൂർവമായ വെറുപ്പൊന്നും പലരിലുമില്ല. അടുത്ത വരി, ദ മോർ എവരിഡേ ഓപ്പോസിറ്റ് ഓഫ് ഗോഡ്സ് ലവ്, ഗോഡ്സ് കമ്പാഷൻ, ഗോഡ്സ് മെഴ്സി ഈസ് ഇൻഡിഫറൻസ്. ദ മോർ എവരിഡേ ഓപ്പോസിറ്റ് ഓഫ് ഗോഡ്സ് ലവ്, ദൈവസ്നേഹത്തിൻ്റെ ദൈനംദിന ജീവിതത്തിലെ ശത്രു, ദൈവത്തിൻ്റെ കരുണയുടെ ശത്രു, ദൈവത്തിൻ്റെ ദയാവായ്പിൻ്റെ ശത്രു, ഇറ്റ് ഈസ് നോട്ട് ഹെയ്റ്റ്, ഇറ്റ് ഈസ് ഇൻഡിഫറൻസ്. അത് വെറുപ്പല്ല, അത് അനുതാപമില്ലായ്മയാണ്. ഈ അനുതാപമില്ലായ്മയാണ്. പിന്നെ അദ്ദേഹം എഴുതുന്നുണ്ട്, ടു എലിമിനേറ്റ് എ മാൻ ഓർ എ വുമൺ ജസ്റ്റ് ഇഗ്നോർ ദം. ഒരാളെ ഇല്ലാതാക്കാൻ അവരെ അവഗണിച്ചാൽ മതി. ലോകത്തിൻ്റെ കോടാനുകോടി മനുഷ്യർ ഏതെല്ലാമോ കോണുകളിൽ, യാതനയിൽ, തിരാദുരിതങ്ങളിൽ, യുദ്ധത്തിൽ, വേട്ടയാടലുകളിൽ മനുഷ്യരിങ്ങനെ അടിഞ്ഞു പോകുന്ന സമയത്ത് അവരെ ഓർക്കാതിരുന്നാൽ മാത്രം മതി. യു ക്യാൻ കിൽ ദം. അതുകൊണ്ട് ഹിംസ എന്ന് പറയുന്നത് നിങ്ങൾ ശാരീരികമായി നടത്തുന്ന ഹിംസയല്ല. വെറുപ്പ് എന്നത് നിങ്ങൾ ബോധപൂർവം ഒരാളോട് വച്ച് പുലർത്തുന്ന വെറുപ്പല്ല, മറിച്ച് ഇൻഡിഫറൻസാണ്. ഈ ഇൻഡിഫറൻസ് അദ്ദേഹം പറഞ്ഞത് ഗ്ലോബലൈസേഷൻ എന്താ മാത്രമായിട്ടാണ് തീർന്നത്? ഗ്ലോബലൈസേഷൻ ഓഫ് ഇൻഡിഫറൻസ്. നോട്ട് ടു ഷെയർ വൺസ് വെൽത്ത് വിത്ത് ദ പുവർ ഈസ് ടു സ്റ്റീൽ ഫ്രം ദം. ഒരാളുടെ സമ്പത്ത് മറ്റുള്ളവരുമായി പങ്കിടാതിരിക്കുന്നത് അവരെ കൊള്ളയടിക്കുന്നത് പോലെ തന്നെയാണ് എന്ന വരി അദ്ദേഹം അവിടെ എഴുതുന്നുണ്ട്. ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ തൻ്റെ അപ്പസ്തോലിക ഉദ്ബോധനത്തെ ദൈവശാസ്ത്രത്തെക്കുറിച്ചോ കാരുണ്യത്തെക്കുറിച്ചോ സ്നേഹത്തെക്കുറിച്ചോ ഉള്ള വളരെ സാമാന്യമായ പ്രസ്താവനകളോ നിരീക്ഷണങ്ങളോ ആയി അവസാനിക്കാൻ അനുവദിക്കാതെ താൻ നിൽക്കുന്ന കാലത്തോട് പ്രതിബദ്ധമായ വളരെ ആഴമുള്ള സാമൂഹ്യ വിമർശനങ്ങൾ കൂടിയായി മാറ്റാൻ മാർപ്പാപ്പയുടെ ഒന്നാമത്തെ അപ്പസ്തോലിക ഉദ്ബോധനത്തിന് കഴിഞ്ഞിരുന്നു. 2013 പൊന്ന ജോയ് ഓഫ് ഗോസ്പലിൽ. പിന്നീടും അദ്ദേഹത്തിൻ്റെ ധാരാളമുണ്ട്, 2 എണ്ണത്തെക്കുറിച്ച് കൂടി ഞാൻ പറയാം.
2015 അദ്ദേഹം മറ്റൊരു അപ്പസ്തോലിക ഉദ്ബോധനം പുറപ്പെടുവിച്ചു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഈ രണ്ടാമത്തതാണ്. ലൗദോത്ത് സി എന്ന പേരിൽ അറിയപ്പെടുന്ന ലൗദോത്ത് സിയിൽ അദ്ദേഹം വാസ്തവത്തിൽ ദൈവത്തെക്കുറിച്ച് കാര്യമായി ഒന്നും പറയുന്നില്ല. അതിൻ്റെ ഏകദേശം ഇംഗ്ലീഷ് പരിഭാഷ ഓൺ കെയർ ഫോർ അവർ കോമൺ ഹോം, നമ്മുടെ പൊതുഭവനത്തെക്കുറിച്ചുള്ള കരുതൽ എന്ന മട്ടിലാണത് പരിഭാഷപ്പെട്ടിട്ടുള്ളത്. അതിലദ്ദേഹം പറഞ്ഞ കാര്യം പാരിസ്ഥിതിക ജാഗ്രതയെക്കുറിച്ചാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച്, പാരിസ്ഥിതിക സംരക്ഷണത്തെക്കുറിച്ച്, ആഗോള താപനത്തെക്കുറിച്ച്. അവിടെ ഉള്ള സവിശേഷമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിലവിൽ ലോകത്തുള്ള ദാരിദ്ര്യത്തിൽ നിന്നും അസമത്വത്തിൽ നിന്നും ചൂഷണത്തിൽ നിന്നും പാരിസ്ഥിതികമായ ഘടകങ്ങളെ മാത്രമായി വേർതിരിച്ചെടുത്ത് കാണാൻ കഴിയില്ല എന്നൊരു നിലപാട് അദ്ദേഹം എടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ പാരിസ്ഥിതിക സമീക്ഷയുടെ അടിസ്ഥാനപരമായ ഒരു പരിമിതി, പ്രത്യേകിച്ചും നമ്മുടെ ഒരു മധ്യവർഗപരമായ പരിസ്ഥിതി ബോധത്തിൻ്റെ ഒരു പരിമിതി, ആകാവുന്നത്ര സുഖസമൃദ്ധമായി ജീവിച്ചതിന് ശേഷം വീടിൻ്റെ മൂലയ്ക്ക് 4 ചെടി വളർത്തുമ്പോൾ നിങ്ങൾ പരിസ്ഥിതി സ്നേഹിയാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ കഴിയുന്ന എത്രയെങ്കിലും ആളുകളുള്ള ഒരു നാടാണ് കേരളം. പണ്ട് ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പറഞ്ഞിരുന്നൊരു ഫലിതം, അന്ന് ഈ ലാറി ബേക്കറുടെ ചിലവ് കുറഞ്ഞ വീട് വന്ന കാലമാണ്. എന്തായിരുന്നു അതിനൊരു പ്രത്യേക പേരുണ്ടല്ലോ, ലോ കോസ്റ്റ്. അപ്പം അന്ന് ഉണ്ടായിരുന്നൊരു ഫലിതം, എത്ര പണം ചിലവായാലും വേണ്ടില്ല ഒരു ലോ കോസ്റ്റ് വീട് പണിയണം എന്നായിരുന്നു. ഏതാണ്ട് നമ്മുടെ പാരിസ്ഥിതികതയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിൽ പ്രസംഗിച്ചപ്പോൾ സാന്ദർഭികമായി പറഞ്ഞൊരു കാര്യമാണ്, കേരളത്തിലെ മനുഷ്യർ വീട് പണിയുന്നത് തങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടല്ല. വീട് പണിയുന്നത് തങ്ങൾക്ക് താമസിക്കാൻ എന്നതിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ നാട്ടുകാരെ വെല്ലുവിളിക്കാനാണ്. 3 ആൾക്ക് താമസിക്കാൻ 3500 സ്ക്വയർ ഫീറ്റ് വീട് പണിയുക, അത് കഴിഞ്ഞൊരു ശവക്കോട്ട പോലെ അതിന് കാവലിരിക്കുക, അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും മരിച്ചു പോവുക. അപ്പം ഞാൻ അന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇനി വീട് പണിതിട്ട് ബാഷ്പാഞ്ജലി, ഇന്ദീവരം എന്നൊക്കെ പേരിടുന്നതിന് പകരം പൊതുവായിടാവുന്നൊരു പേരുണ്ട്, കണ്ടോട. എന്തായാലും വെല്ലുവിളിക്കുകയാണല്ലോ, പിന്നെ അത് നേരിട്ട് എഴുതി വെക്കാമല്ലോ. ഇതൊരു കുറ്റകൃത്യമാണ് എന്ന് മാർപ്പാപ്പ പറയുന്നുണ്ട്. ഞാൻ ഈ കേരളത്തിലെ വീടുകളെക്കുറിച്ചല്ല പറയുന്നത്. അതായത് പാരിസ്ഥിതികത എന്ന് പറയുന്നത് ദാരിദ്ര്യത്തെയും ചൂഷണത്തെയും അസമത്വത്തെയും മുതലാളിത്തത്തിൻ്റെ ഭീമാകാരമായ സാമൂഹിക വ്യാപന രീതികളെയും ഒക്കെ ഒഴിവാക്കി വ്യക്തിഗതമായ ചില കരുതലുകളുടെ മാത്രം പ്രശ്നമായി പാരിസ്ഥിതികതയെ കാണാൻ കഴിയില്ല എന്ന മർമ്മസ്പർശിയായ രാഷ്ട്രീയ നിരീക്ഷണമാണ് ഈ 2015 ലൗദോത്ത് സിയിലുള്ളത്. നിങ്ങളത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വാസ്തവത്തിലൊരു വളരെ സോഷ്യോ പൊളിറ്റിക്കലായ ഒരു രേഖയായിട്ടാണ് അതനുഭവപ്പെടുക. ഒരു ലോകത്തെ ഏറ്റവും വലിയൊരു മതാധിപൻ പുറപ്പെടുവിച്ച ഒരു ലേഖനമാണ് അതെന്ന് തോന്നുകയേയില്ല. മതത്തെക്കുറിച്ച് അതിലൊന്നും പറയുന്നില്ല, ദൈവത്തെക്കുറിച്ച് പറയുന്നില്ല. ആകെ അദ്ദേഹം പറയുന്നത് അവർ കോമൺ ഹോം, നമ്മുടെ പൊതുഭവനം, അത് ഈ ഭൂമിയാണ്. ആ പൊതുഭവനം ദൈവത്തിൻ്റെതാണ്, അത് ദൈവത്തിൻ്റെ മുഴുവൻ മക്കൾക്കും അവകാശപ്പെട്ടതാണ്. അദ്ദേഹം ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ലോകത്തിൻ്റെ മൊത്തം വിഭവങ്ങൾ 20% വരുന്ന മനുഷ്യർ കൈയടക്കുകയും അവരത് ഉപയോഗിക്കുകയും ബാക്കി 80% നിരാധാരരായി അലയുകയും ചെയ്യുമ്പോൾ അതിനെ കൊല്ലരുത് എന്ന് അതിനോട് പറയണ്ടേ? ദൗ ഷാൽ നോട്ട് കിൽ. ഇങ്ങനെ ഞാൻ പറഞ്ഞത് ദൈവശാസ്ത്രപരമായ ഉള്ളടക്കത്തെ തന്നെ സാമൂഹ്യശാസ്ത്രപരമായ ഒരു ഇടപെടലിൻ്റെ ഉപാധിയാക്കി മാറ്റുന്ന ദൈവശാസ്ത്രത്തിൻ്റെ തന്നെ ഒരു പുനരാലോചനയുടെ തലം കൂടി അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്. കേരളത്തിന് ഇതൊട്ടും അപരിചിതമല്ല. നാരായണഗുരു ചെയ്തൊരു കാര്യമാണ്. നാരായണഗുരു അദ്വൈതിയായിരുന്നത് ആത്മവും ബ്രഹ്മവും തമ്മിലുള്ള ഏകീഭാവത്തെക്കുറിച്ചുള്ള ദാർശനികമായൊരു തിരിച്ചറിവ് എന്നല്ല നിലയ്ക്കല്ല, മറിച്ച് ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരോടുമുള്ള ചേർന്ന് നിൽപ്പായിട്ടാണ്. ആത്മവും അപരവും തമ്മിലായി, ആത്മവും ബ്രഹ്മവും തമ്മിലല്ല. അമൂർത്തമായ ഒരു ലംബമാന ബന്ധത്തെ മൂർത്തമായ ഒരു സാമൂഹ്യ തിരശ്ചീന ബന്ധമാക്കി മാറ്റിക്കൊണ്ട് ഗുരു ദൈവത്തെ
ദൈവാനുഭൂതിയെ ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമോ രാഷ്ട്രീയ ഇടപെടലോ ആക്കി മാറ്റുന്നുണ്ട്. അതേ നിലയിൽ നിങ്ങൾക്ക് ഗുരുവിനെ ഒരുപക്ഷെ മാർപ്പാപ്പയിലും കാണാം. ഇപ്പോൾ ഓർക്കാവുന്നൊരു കാര്യം, 1924 സർവ്വമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി അദ്ദേഹം വത്തിക്കാനിൽ വെച്ച് തന്നെ നടത്തുകയും ചെയ്തു. അദ്ദേഹം അതിൽ സംബന്ധിച്ചിരുന്നു. അദ്ദേഹം അതിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട അപ്പോസ്തലിക ഉദ്ബോധനമായി വരുന്നത് 2020 അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമാണ്. ഫത്തേലി തൂത്തി എന്നു പേരായ ലത്തീനിൽ. അതിൻ്റെ അർത്ഥം ഓൺ ഫ്രട്ടേണിറ്റി ആൻഡ് സോഷ്യൽ ഫ്രണ്ട്ഷിപ്പ്, സാഹോദര്യത്തിലും സാമൂഹ്യ സൗഹൃദത്തെയും കുറിച്ച് എന്നർത്ഥം വരുന്ന ശീർഷകത്തിലാണ് അദ്ദേഹം അതെഴുതിയത്. അതിലദ്ദേഹം മുഖ്യമായിട്ടും കൈകാര്യം ചെയ്ത വിഷയം കുടിയേറ്റാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം കുടിയേറ്റക്കാരുടേതാണ്. ഫാസിസ്റ്റുകളുടെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇറ്റലിയിൽ നിന്ന് അർജൻറ്റീനയിലേക്ക് കുടിയേറിയ ഒരു മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും മകനായിട്ടാണ് അദ്ദേഹം 1936 അവിടെ ജനിക്കുന്നത്. യുദ്ധത്തിൻ്റെ നടുവിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയാം. അതുകൊണ്ട് കുടിയേറ്റം അദ്ദേഹത്തിന് അറിയാം എന്താണ് എന്നത്. അദ്ദേഹം പറയുന്നൊരു കാര്യം, സാഹോദര്യം എന്ന ആശയം, ആ സാഹോദര്യം, യുദ്ധം, കുടിയേറ്റം, വിഭജനങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാമുള്ള ആശയങ്ങൾ സംഗ്രഹിച്ചുകൊണ്ട്, അത് സംഗ്രഹിക്കുക മാത്രമല്ല, മാർപ്പാപ്പയുടെ പ്രസംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടാൽ അദ്ദേഹം എപ്പോഴും ഉദ്ധരിക്കുന്ന ഒരു ബൈബിൾ വാക്യമുണ്ട്. അത് മത്തായിയുടെ സുവിശേഷത്തിലൊരു വാക്യമാണ്, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു, ഞാൻ സഞ്ചാരിയായിരുന്നു, നിങ്ങൾ എന്നെ വീട്ടിൽ സ്വീകരിച്ചു. ഈ വാക്യം അദ്ദേഹം എപ്പോഴും ഉദ്ധരിക്കും. ഇത് ക്രിസ്തു ലോകത്തിന് നൽകുന്ന അടിസ്ഥാന സന്ദേശം. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു, ഞാൻ സഞ്ചാരിയായിരുന്നു, നിങ്ങൾ എന്നെ വീട്ടിൽ സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിക്കാനുള്ള സന്നദ്ധതയിലാണ് ദൈവം. കുടിയേറ്റക്കാരെയൊക്കെ പുറത്താക്കുന്ന ട്രംപ് പറഞ്ഞ സമയത്ത് ആരൊരാൾ ഒരു കമൻ്റ് എഴുതിയിരുന്നു, ആദ്യത്തെ കുടിയേറ്റക്കാരൻ്റെ പേര് കൊളംബസ് എന്നാണ്. ഇപ്പം അതാരും ഓർക്കില്ല. നമ്മൾ തന്നെ പഠിച്ച പാഠമുണ്ടല്ലോ, കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു എന്നാണ്. കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അതവിടെ ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ അമേരിക്കക്കാർ കൊളംബസിനെ കാണുക ചെയ്തേ. പക്ഷെ നമ്മൾ പഠിച്ച പാഠം കൊളംബസ് കണ്ടുപിടിച്ചു എന്ന്. ഇപ്പം ഈ കുടിയേറ്റം എന്ന് പറയുന്നത് വാസ്തവത്തിൽ മനുഷ്യവംശത്തിൻ്റെ ചരിത്രം കുടിയേറ്റത്തിൻ്റെ ചരിത്രമാണ്. ഔട്ട് ഓഫ് ആഫ്രിക്കയിൽ നിന്ന് ആദ്യത്തെ നരവംശ സമൂഹം ഹോമോസാപ്പിയൻസ് പുറപ്പെടുകയും യൂറോപ്പിലെത്തുന്നു, ഏഷ്യയിലെത്തുന്നു, ഇന്ത്യയിലെത്തുന്നു, ലോകം മുഴുവൻ പടരുന്നു. അതുകൊണ്ട് മനുഷ്യവംശത്തെക്കുറിച്ച് പൊതുവിൽ പറയാവുന്ന ഒരു പേരുണ്ടെങ്കിൽ കുടിയേറ്റക്കാരനാണ്. അതിൻ്റെ ആദിമപ്രഭവത്തിൽ മനുഷ്യവംശം കുടിയേറ്റക്കാരാണ്. അതുകൊണ്ട് കുടിയേറ്റം എന്നത് സാഹോദര്യത്തിൻ്റെ ഒരു ആവിഷ്കാരമായിട്ട് കാണണം എന്ന് അദ്ദേഹം ആ അവസാനത്തെ 2020 ഫത്തേലി തൂത്തി എന്ന അദ്ദേഹത്തിൻ്റെ അപ്പോസ്തലിക ഉദ്ബോധനത്തിൽ പറയുന്നു. ഞാനിത് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മതാധികാരിയായി നിന്ന് ലാളിത്യത്തിൽ ജീവിക്കുകയും സ്നേഹസാഹോദര്യങ്ങളോടെ പെരുമാറുകയും ചെയ്തു എന്നതോടൊപ്പം തന്നെ മതത്തിൻ്റെ ദൈവശാസ്ത്രപരമായ അടിസ്ഥാനത്തെ തന്നെ അഴിച്ചു പണിയാൻ പോകുന്ന മട്ടിലുള്ള ചില ഇടപെടലുകൾ അദ്ദേഹം നടത്തി. LGBTQ കമ്മ്യൂണിറ്റിയോട് അദ്ദേഹം എടുത്ത നിലപാട്, സ്വർഗാനുരാഗം പൊതുവിൽ ക്രൈസ്തവ സഭയിൽ സ്വീകാര്യമായ, മതപരമായി സ്വീകാര്യമായ ഒന്നല്ല, നിഷിദ്ധമായ ഒന്നല്ല. സ്വർഗാനുരാഗിയോടുള്ള നിലപാടെന്താണ് എന്ന് പത്രസമ്മേളനത്തിൽ ചോദിച്ചപ്പോൾ മാർപ്പാപ്പ പറഞ്ഞ ഉത്തരം, ഒരാൾ സ്വർഗാനുരാഗിയാണെങ്കിലും അയാൾ നല്ല മനസ്സോടെ കർത്താവിനെ തേടുന്നു എങ്കിൽ അരുതെന്ന് പറയാൻ ഞാൻ ആരാണ്? ഇതൊരു ചെറിയ ചോദ്യമല്ല. ഞാൻ ആരാണ്? സ്വർഗാനുരാഗിയായ ഒരാൾ നല്ല മനസ്സോടെ ദൈവത്തെ തേടുന്നുണ്ടെങ്കിൽ അരുതെന്ന് പറയാൻ ഞാൻ ആരാണ് എന്ന് ചോദിച്ച്, വാസ്തവത്തിൽ സ്വർഗാനുരാഗത്തെക്കുറിച്ചുള്ള സഭയുടെ ഇക്കാലം വരെയുള്ള ചരിത്രത്തിൽ വലിയ ചില വിച്ഛേദങ്ങൾ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ദൈവം ഒരു മജീഷ്യനല്ല എന്ന് പറഞ്ഞൊരു മാന്ത്രികനല്ല.
എന്ന് പറഞ്ഞ് പരിണാമ സിദ്ധാന്തത്തെ അദ്ദേഹം സാധൂകരിക്കുന്നുണ്ട്. ബിഗ് ബാങ് എന്ന് പറയുന്ന പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള സിദ്ധാന്തം ദൈവസങ്കല്പത്തിനെതിരല്ല എന്ന് പറഞ്ഞ് ദൈവഭാവനയും ശാസ്ത്രവും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾക്കിടയിൽ ചില പാലങ്ങൾ പണിയാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തെ തന്നെ ജനാധിപത്യവൽക്കരിക്കാനും മാനുഷികമാക്കാനും ഘടനാപരമായി അഴിച്ചു പണിയാനും സഭാഘടനയ്ക്കുള്ളിൽ ധാരാളം പൊളിച്ചു പണിയലുകൾ കൊണ്ടുവരാനുമൊക്കെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ജീവിതകാലത്ത് ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന ഒരു വലിയ ഒരു വ്യവഹാരത്തെയാണ് ഒരർത്ഥത്തിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ തിയോളജി ഓഫ് ലവ് എന്ന് പറയാവുന്ന സ്നേഹത്തിൻ്റെ ദൈവശാസ്ത്രം. അതിൽ 6-7 ഘടകങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. ഒന്ന്, ദൈവശാസ്ത്രത്തിൽ അറിവ്, സ്നേഹത്തിൻ്റെ ദൈവശാസ്ത്രത്തിൽ അറിവ് എന്ന് പറയുന്നത് അത് വിവേകവും സ്നേഹവും വിമർശനാത്മക ബോധവും ഒത്തുചേർന്ന ഒന്നാണ്. കേവലമായ അറിവല്ല, ഒന്നിനെക്കുറിച്ചുള്ള ധാരണയല്ല. ഇപ്പോൾ ബുദ്ധമതം ഈ മൈത്രിയെക്കുറിച്ച് പറയുമ്പോൾ അത് പ്രജ്ഞയും കരുണയും ചേർന്ന ഒന്നിൽ നിന്നാണ് മനുഷ്യൻ മൈത്രിയിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നുണ്ട്. എന്നതുപോലെ അറിവ് എന്നത് അത് വിവേകവും നന്മയും വിമർശനാത്മക ചിന്തയും സ്നേഹവും ഉൾപ്പെട്ട ഒന്നായിട്ടാണ് അദ്ദേഹം അറിവിനെ തന്നെ കാണുന്നത്, കേവലമായ പാണ്ഡിത്യത്തെ അല്ല. 2, സാമൂഹ്യ നീതി അതിലെ സുപ്രധാന ഘടകമാണ്. 3, ദൈവത്തെക്കുറിച്ചുള്ള, ദൈവം ഉടലെടുത്ത് മനുഷ്യരൂപത്തിൽ ലോകത്തിൽ വന്നതാണ് എന്ന് കരുതുകയും അതുകൊണ്ട് ലോകത്തിലെ മനുഷ്യരുടെ ലിവ്ഡ് എക്സ്പീരിയൻസ്, അവർ ജീവിച്ച ജീവിതാനുഭവത്തെയാണ് പ്രധാനമായി കാണേണ്ടത്. പലപ്പോഴും മതം ചെയ്യുന്നൊരു കാര്യം ഈ ലിവ്ഡ് എക്സ്പീരിയൻസ്, നമ്മൾ ജീവിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് അപ്രധാനമാണെന്ന് പറയുകയും മറ്റേതോ തരത്തിലുള്ള അമൂർത്തമായ തത്വങ്ങളായിട്ട് ദൈവഭാവനയെ മാറ്റുകയുമാണ്. അതിന് പകരം ലിവ്ഡ് എക്സ്പീരിയൻസ്, നാം ജീവിക്കുന്ന ജീവിതം, കോണ്ടക്സ്ച്വാലിറ്റി, പ്രകരണപരത, ഇതിൽ വച്ച് വേണം ദൈവത്തെ മനസ്സിലാക്കാൻ. അതുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ പുതിയ തെളിച്ചങ്ങൾ, അറിവിൻ്റെ പുതിയ പ്രകാരങ്ങൾ, ഇതിനെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവഭാവനയെ രൂപാന്തരപ്പെടുത്തുകയോ നവീകരിക്കുകയോ വേണം എന്ന ഒരു കാഴ്ചപ്പാട് അദ്ദേഹം വച്ചു പുലർത്തി. 4-മത്തൊരു കാര്യം ഇൻ്റർഫെയ്ത്ത് ഡയലോഗാണ്. വ്യത്യസ്ത മതങ്ങൾക്കിടയിലുള്ള നിരന്തരമായ സംവാദ സാധ്യത അദ്ദേഹം നിലനിർത്തി. ഒരു ഭാഗത്ത് ഇസ്ലാമിലെ പ്രതിനിധികളോട്, ജുഡായിസത്തോട്, ലോകത്തേതു മതത്തോടും നിരന്തരമായി പുലർത്തുന്ന സംവാദ സന്നദ്ധത നിലനിർത്തി. ലോകത്തെ ക്രിസ്തുമതത്തിൻ്റെ പരമാധ്യക്ഷനായിരിക്കെ ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, പക്ഷേ ദൈവം ഒരു ക്രൈസ്തവനാകണം എന്നെനിക്ക് നിർബന്ധമില്ല എന്ന് പറയാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ദൈവം ഒരു ക്രൈസ്തവനാകണം എന്ന് പറയാനും എനിക്ക് നിർബന്ധമില്ല എന്ന് പറയാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. മറ്റൊരു കാര്യം, ഈ ദൈവശാസ്ത്രപരമായ മറ്റൊരടിസ്ഥാനം ക്രിയേറ്റീവ് ഫിഡലിറ്റി ടു ദ ട്രഡീഷൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പാരമ്പര്യത്തോടുള്ള സർഗാത്മകമായ ഒരു പ്രതിബദ്ധത. അദ്ദേഹം ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, പാരമ്പര്യം എന്ന് പറയുന്നത് നോട്ട് ദ വർഷിപ്പ് ഓഫ് ആഷസ് ബട്ട് ടു കീപ് ദ ഫയർ. ചാരത്തെ പൂജിക്കലല്ല, ചാരത്തെ ആരാധിക്കലല്ല പാരമ്പര്യം, മറിച്ച് അഗ്നി കെടാതെ കാക്കലാണ്. മെറ്റഫോറിക്കായിട്ട് പറയുകയാണ്, കത്തുന്ന തീ കെടാതെ കാക്കലാണ് പാരമ്പര്യം, അല്ലാതെ കെട്ട തീയിൻ്റെ ചാരത്തെ ആചരിക്കലല്ല, ആരാധിക്കലല്ല, പൂജിക്കലല്ല. അതിനാണ് അദ്ദേഹം ക്രിയേറ്റീവ് ഫിഡലിറ്റി ടു ദ ട്രഡീഷൻ എന്ന് പറഞ്ഞത്. ഒപ്പം തന്നെ തിയോളജി ഇൻ സൊസൈറ്റി, ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ദൈവജ്ഞാന പണ്ഡിതന്മാർക്കിടയിലെ ഒരു തർക്ക വിഷയം, പാണ്ഡിത്യ വിഷയമല്ല. ദൈവശാസ്ത്രം എന്ന് പറയുന്നത് തിയോളജി ഇൻ സൊസൈറ്റി, സമൂഹത്തിനുള്ളിൽ പ്രവർത്തിക്കേണ്ട ഒരറിവായിട്ട് അദ്ദേഹം ദൈവശാസ്ത്രത്തെ കാണുകയും ചെയ്തു. ഇങ്ങനെ 6-7 അടിസ്ഥാന ഘടകങ്ങളിൽ അറിവിനെക്കുറിച്ചുള്ള ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അതിനെ നന്മയോടും അതിനെ വിമർശനബോധത്തോടും അതിനെ വിവേകത്തോടും അതിനെ സ്നേഹത്തോടും ബന്ധപ്പെടുത്തുന്നൊരു സങ്കല്പം
സാമൂഹ്യ നീതിയെക്കുറിച്ചുള്ള കരുതൽ, ഈ ലോകത്തെ ജീവിതാനുഭവങ്ങളിൽ പ്രകരണപരമായി ദൈവത്തെ അറിയണം. ദൈവം എന്നത് ലോകാനുഭവങ്ങൾക്കെല്ലാം പുറത്ത് മനുഷ്യരുടെ അമൂർത്തമായൊരു ചിന്തയായിട്ടല്ല, ലോകാനുഭവങ്ങളുടെ നടുവിൽ നമുക്ക് അനുഭവവേദ്യമാകുന്ന ഒന്നായി ദൈവത്തെ അറിയണം എന്ന കാഴ്ചപ്പാട്, മതാന്തര സംവാദങ്ങളെന്ന സാധ്യത, പാരമ്പര്യത്തോടുള്ള വിമർശനാത്മകമായ പ്രതിജ്ഞാബദ്ധത എന്ന കാഴ്ചപ്പാട്, ദൈവശാസ്ത്രം സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതാകണം, കേവലമായൊരു പാണ്ഡിത്യരൂപമായി അവസാനിച്ചുകൂടാ എന്ന കാഴ്ചപ്പാട്. ഇങ്ങനെയുള്ള ഘടകങ്ങൾ വച്ച് നോക്കിയാൽ തിയോളജി ഓഫ് ലവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സമീപനം വാസ്തവത്തിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ദൈവജനങ്ങളുടെ കൂട്ടായ്മ എന്ന നിലയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചതും ദീർഘകാലം നമ്മുടെ സഭാചരിത്രത്തിനകത്ത് സഭ നിലനിന്ന രീതിയിൽ നിന്നുള്ള അടിസ്ഥാനപരമായ ഒരു വഴിമാറലിനെ ലക്ഷ്യം വയ്ക്കുന്നതും ആയിരുന്നു എന്ന് കാണാൻ പറ്റും. അത് സാക്ഷാത്കൃതമായോ എന്നതൊക്കെ മറ്റൊരു ചോദ്യമാണ്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോകത്തെ ഏറ്റവും സുസംഘടിതമായ ഒരു മതസ്ഥാപനത്തിനുള്ളിൽ ഇത്തരത്തിൽ മതത്തിൻ്റെ ആത്യന്തികമായ ചില ലക്ഷ്യങ്ങളെ മുൻനിർത്തുന്ന ആലോചനകൾ നടന്നു. അത് പൊതുസമൂഹത്തിൽ അരങ്ങേറി, അതിൽ ധാരാളം സംവാദങ്ങളുണ്ടായി, സഭയ്ക്കുള്ളിൽ അത് ധാരാളം ചർച്ചകൾക്ക് വഴിവെച്ചു. പൊതുസമൂഹം ഒരുപക്ഷെ സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു ശബ്ദമായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശബ്ദം മാറിത്തീരുകയും ചെയ്തു. അത് അദ്ദേഹം ദൈവശാസ്ത്രപരമായ അഗാധ പാണ്ഡിത്യത്തോടെ സെൻറ്റ് തോമസ് അക്വിനാസിനെ പോലെയോ സെയിൻറ്റ് അഗസ്റ്റിനെ പോലെയോ സംസാരിച്ചതുകൊണ്ടല്ല, വിശുദ്ധ പുണ്യവാളന്മാരെ പോലെ സെയിൻറ്റ് പോളിനെ പോലെ മതത്തിന് വേണ്ടി വലിയ പോരാട്ടങ്ങൾ നടത്തിയതുകൊണ്ടല്ല, ആദിപിതാവിനെ പോലെ പാറമേൽ കെട്ടിപ്പടുത്ത പള്ളി പോലെ സുദൃഢമായ ഒരു സ്ഥാപനം ഉണ്ടാക്കിയെടുത്തു എന്നതിൻ്റെ പേരിലല്ല, രക്തസാക്ഷിത്വത്തിൻ്റെ പേരിലല്ല, മറിച്ച് ഇതിനെല്ലാം അപ്പുറം ദൈവാനുഭവം എന്ന് പറയുന്നത് സ്നേഹമാണ് എന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ്. ഒരുപക്ഷെ നമ്മുടെ കാലത്ത് ഏറ്റവും വലിയ രാഷ്ട്രീയ മൂല്യമായി സ്നേഹം മാറുന്നുണ്ട് എന്നുകൂടി ഞാൻ കരുതുന്നു. കാരണം ഫാഷിസ്റ്റുകൾ ഇന്ന് ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആകാവുന്നത്ര പകയും വിദ്വേഷവും വെറുപ്പും നമുക്കിടയിൽ വളർത്തിയെടുക്കാവുന്നത്ര വളർത്തിയെടുക്കുക എന്നതാണ്. 10% അഭിപ്രായ ഭിന്നതയും 90% അഭിപ്രായ ഐക്യവുമുള്ളവർക്കിടയിൽ പോലും 10% അഭിപ്രായ ഭിന്നതയെ പകയാക്കി മാറ്റാൻ വളരെ എളുപ്പം കഴിയുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവരവരുടെ ശരികളിൽ താന്താങ്ങളുടെ ബോധ്യങ്ങളുടെ അന്തിമമായ പ്രമാണ സ്വഭാവത്തിൽ വിശ്വസിക്കുകയും അപരത്തോടുള്ള തീരാത്ത നിന്ദ വച്ച് പുലർത്തുകയും ചെയ്യുന്ന ഒരു ജീവിതബോധം സാർവത്രികമായിട്ടുണ്ട്. ഇതെല്ലാം ഫാഷിസത്തെ പല നിലയിൽ പിന്തുണയ്ക്കുന്നതാണ്. ഓരോ ചർച്ചകൾക്ക് ശേഷവും കൂടുതൽ വൈരാഗ്യം വളരുന്നു എന്നതാണ് ചർച്ചയുടെ ഒരു ഗുണം. പണ്ട് ദക്ഷിണാമൂർത്തി സ്വാമി പറഞ്ഞ ഒരു കമൻ്റായിട്ട് ഒരു ഫലിതം പോലെ കേട്ടൊരു കഥയുണ്ട്. ദക്ഷിണാമൂർത്തി സ്വാമി ഒരു കച്ചേരി കഴിഞ്ഞപ്പോൾ സ്വാമിയോട് ചോദിച്ചു, സ്വാമി എങ്ങനെ ഉണ്ടായിരുന്നു കച്ചേരി എന്ന് ചോദിച്ചു. അപ്പോൾ സ്വാമി പറഞ്ഞു, കച്ചേരിയൊക്കെ നന്നായിരുന്നു, പിന്നെ ഇത് കേട്ട് കഴിയുമ്പോൾ ആർക്കെങ്കിലും 2 കൊടുക്കണം, എന്നാലേ ഒരു ആശ്വാസം ഉണ്ടാവുള്ളൂ. ഏതാണ്ട് നമ്മുടെ ചർച്ച അങ്ങനെയാണ്. കഴിയുമ്പോൾ നമ്മളാർക്കെങ്കിലും 2 കൊടുത്താലേ നമുക്കൊരാശ്വാസം ഉണ്ടാവുള്ളൂ എന്ന നിലയിൽ ഓരോ ചർച്ച വഴിയും ഓരോ സംവാദത്തിൻ്റെ വേഷം കെട്ടി വരുന്ന അവസാനിക്കാത്ത ഈ തർക്കം കൊണ്ട് മനുഷ്യർക്കിടയിൽ ഭിന്നതയും വെറുപ്പും വിദ്വേഷവും വളർത്തിക്കൊണ്ടേയിരിക്കുന്ന കാലത്ത് ഓൾവേസ് ലവ് ഈച്ച് അതർ എന്ന് ജിൻമാൽജീൻ പറഞ്ഞതിന്, തിയോളജി ഓഫ് ലവ് എന്ന് മാർപ്പാപ്പ പറഞ്ഞതിന്, അപരത്തോടുള്ള കരുതൽ എന്നതിന് വലിയ വലിയ രാഷ്ട്രീയ മൂല്യമുണ്ട്. ആ രാഷ്ട്രീയ മൂല്യത്തെ ദൈവഭാവനയുടെ വിശാല മണ്ഡലത്തിൽ പ്രതിഷ്ഠിച്ച ഒരാളായി കൂടി നമുക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഓർക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. നമസ്കാരം.